എല്ലാവർക്കും നമസ്കാരം. വൈലോപ്പിള്ളിയുടെ വിഷുക്കണി എന്ന ആ മാസ്റ്റർപീസ് കവിതയുടെ ആഴങ്ങളിലേക്കുള്ള ഒരു കിടിലൻ വിശകലനത്തിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. വെറും ഒരു കവിതാ വായന അല്ലാട്ടോ ഇത്. ഒരു ഗൃഹാതുരത്വത്തിനപ്പുറം നമ്മുടെയൊക്കെ ജീവിതത്തെ തൊട്ടുപോകുന്ന വളരെ വലിയൊരു യാത്രയാണിത്. തുടങ്ങാമല്ലേ? നമ്മളിൽ പലർക്കും കുട്ടിക്കാലത്തെ വിഷുവും ആ വേനലവധിയുമൊക്കെ വളരെ പ്രിയപ്പെട്ട ഓർമ്മകളാണല്ലേ? എന്നാൽ ഒന്ന് ആലോചിച്ചു നോക്കൂ, ഈ ലളിതമായൊരു ഓർമ്മ ഇന്നത്തെ ഈ യന്ത്രവൽകൃതമായ ലോകത്തിന് നൽകുന്ന ഒരു വലിയ തത്വശാസ്ത്രമായി മാറുന്നത് എങ്ങനെയെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതാണ് നമ്മളിന്ന് കണ്ടെത്താൻ പോകുന്നത്. കവിയുടെ ആഴത്തിലുള്ള ദുഃഖം, പ്രണയം, പ്രകൃതി ഇവയെല്ലാം എങ്ങനെയാണ് ഈ വരികളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ പറയട്ടെ, ഇതൊരു സാധാരണ ഗൃഹാതുരത്വമുണർത്തുന്ന കവിതയേ അല്ല. ഓർമ്മകളും പ്രണയവും അതുപോലെ പ്രകൃതി ദർശനവുമൊക്കെ കൂടിച്ചേരുന്ന ഒരു അപൂർവ സംഗമമാണിത്. അതെ, വാക്കുകൾ കൊണ്ട് വരച്ചുവെച്ച നമ്മുടെ ഹൃദയത്തിൽ നേരിട്ട് കൊള്ളുന്ന ഒരു മനോഹരമായ ദൃശ്യയാത്ര. ഈയൊരു കാവ്യയാത്രയുടെ വൈകാരികമായ ഒഴുക്ക് അല്ലെങ്കിൽ ആ ഒരു മാപ്പ് നമുക്കൊന്ന് നോക്കാം. ആദ്യം ബാല്യത്തിലെ കനത്ത വേനൽച്ചൂട്, പിന്നെ യൗവനത്തിലെ കൂരിരുട്ട് നിറഞ്ഞ ദുഃഖം, അതിനുശേഷം ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന പ്രണയത്തിന്റെ പൊൻവെളിച്ചം, ഒടുവിൽ ഭാവിയിലേക്കുള്ള നാടിന്റെ വെളിച്ചം. ഇതാണ് ആ ഒരു രീതി. അപ്പോ ആദ്യത്തെ ഭാഗം വേനൽക്കാല ഓർമ്മകൾ അഥവാ മേടമാസത്തിന്റെ ആ വലിയ ഇന്ദ്രിയാനുഭവങ്ങൾ. ഓക്കെ, നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. കവിയുടെ കുട്ടിക്കാലത്തെ ആ പൊള്ളുന്ന വേനൽക്കാല ഓർമ്മകളിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. വെറുമൊരു ചൂടുകാലം എന്നതിനപ്പുറം അന്നത്തെ ഗ്രാമത്തിലെ കുട്ടികൾക്ക് അതൊരു വലിയ അനുഭവങ്ങളുടെ പെരുമഴക്കാലം തന്നെയായിരുന്നു, അല്ലേ? ഓരോ നിമിഷവും അത്രത്തോളം ജീവൻ തുടിക്കുന്ന പകലുകളായിരുന്നു അവ. ആ ഇന്ദ്രിയാനുഭവങ്ങൾ കവി പറയുന്നത് കേൾക്കാൻ തന്നെ ഒരു പ്രത്യേക രസാണ്. കൺമഷി ചിന്തിയതുപോലെയുള്ള ചുവന്ന കുന്നിമണികളുടെയും കുളങ്ങളിലെ വെളിച്ചത്തിന്റെയും ആ കാഴ്ച, പിന്നെ വയലിലെ കരിപ്പുകടെയും മഴയെ വാഴ്ത്തുന്ന മാവിൻചുനയുടെയും ആ കൊതിപ്പിക്കുന്ന ഗന്ധം, കൂട്ടുകാരോടൊത്ത് പെറുക്കി തിന്നുന്ന നാട്ടുമാമ്പകങ്ങളുടെ രുചി, കൂടാതെ കളിച്ചു ചിരിക്കുന്ന തോഴരുടെയും തേക്കുകാരുടെ പാട്ടിന്റെയും ആ ഒരു ശബ്ദം. സത്യത്തില് ഈ ഊർജ്ജസ്വലമായ ചിത്രം നമ്മുടെ മനസ്സിലേക്കും ആഴ്ന്നിറങ്ങുകയാണല്ലോ അല്ലേ? ഇനിയൊന്ന് ശ്രദ്ധിച്ചേ, ഈ വേനൽക്കാലം അതിന്റെ പരകോടിയിലെത്തുമ്പോ ആ ചൂട് വല്ലാതെ അസഹനീയമാകും. ചുറ്റും പൊടിപടലങ്ങൾ, നീരുവറ്റിപ്പോകുന്ന കഠിനമായ പകലുകൾ. എന്നാൽ അവിടെ പ്രകൃതി തോറ്റുകൊടുക്കുന്നുണ്ടോ? ഇല്ലേയില്ല. ഈ കടുത്ത ചൂടിനെയും വകഞ്ഞുമാറ്റി ഒരു ഉത്സവക്കൊടി പോലെ പ്രകൃതി ഉയർത്തുന്ന വിസ്മയമാണ് നമ്മൾ കാണുന്ന ആ കണിക്കൊന്ന പൂക്കൾ. ഈ ഉഗ്രവേനലിനെ പോലും മലനാടിന്റെ അടയാളമായി കവി വാഴ്ത്തുന്നത് അങ്ങനെയാണ് കേട്ടോ. ഇനി രണ്ടാമത്തെ ഭാഗം, ഇരുട്ടിൽ നിന്ന് പ്രത്യാശയിലേക്ക്, അല്ലെങ്കിൽ ആ ദുഃഖത്തിന്റെ ഘടന. ആ മനോഹരമായ കുട്ടിക്കാലത്ത് നിന്ന് കവി പിന്നീട് സഞ്ചരിക്കുന്നത് യൗവനത്തിന്റെ ഏകാന്തതയിലേക്കും ഇരുട്ടിലേക്കുമാണ്. മനുഷ്യജീവിതത്തിലെ ദുഃഖത്തിന്റെ വളരെ സങ്കടകരമായ മറ്റൊരു മുഖം. അച്ഛന്റെ അപ്രതീക്ഷിതമായ വിയോഗം കവിയുടെ ജീവിതത്തിൽ വലിയൊരു ശൂന്യതയാണുണ്ടാക്കിയത്. നട്ടുച്ചയ്ക്ക് പോലും വീടിനുള്ളിൽ അദ്ദേഹത്തിന് കൂരിരുട്ടാണ് അനുഭവപ്പെട്ടത്. ഉമ്മറത്ത് വെറുതെ വായിച്ചിരിക്കുന്ന ആ ഏകാന്തതയുടെ ഇരുട്ടിനെയും പെട്ടെന്ന് ആ ഇരുട്ടിലേക്ക് കടന്നുവരുന്ന പ്രണയത്തിന്റെ പൊൻവെളിച്ചത്തെയും തമ്മിൽ കവി വളരെ മനോഹരമായി ഇവിടെ താരതമ്യം ചെയ്യുന്നുണ്ട്. ഏത് കൂരിരുട്ടിലും പ്രത്യാശയുടെ ഒരു കിരണമുണ്ടാകുമെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. അങ്ങനെ ആ ഏകാന്തതയുടെ കൂരിരുട്ടിലിരിക്കുമ്പോഴാണ് തീർത്തും അപ്രതീക്ഷിതമായി പിന്നിലൂടെ വന്ന് ഒരു പെൺകുട്ടി കവിയുടെ കണ്ണു പൊത്തുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, കണ്ണു തുറക്കുമ്പോൾ അപ്രതീക്ഷിതമായി മുന്നിൽ വിരിയുന്ന കൊന്നപ്പൂക്കുലകൾ. ആ ദുഃഖിതനായ മനുഷ്യന്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും മനോഹരവും പ്രകാശമാനവുമായ ആദ്യത്തെ യഥാർത്ഥ വിഷുക്കണി അതായിരുന്നു. മൂന്നാമത്തെ ഭാഗം പ്രണയവും പ്രകൃതിയും തമ്മിലുള്ള ആ ഒരു ഇഴയെടുപ്പം. വളരെ സൂക്ഷ്മമായ ഒരു തലം. ഇവരുടെ ഈ പ്രണയം എത്രത്തോളം മനോഹരവും പരസ്പരം സാന്ത്വനമേകുന്നതുമായിരുന്നു എന്ന് ഇനി നോക്കാം. പ്രകൃതിയിലെ ബിംബങ്ങളെ പ്രണയവുമായി കവി കോർത്തിണക്കിയിരിക്കുന്നത് വളരെ ബ്രില്യൻ്റായിട്ടാണ്. കവി സ്വയം വിശേഷിപ്പിക്കുന്നത് പരുക്കനും ദുഃഖിതനും മൗനിയുമായ ഒരു പുലിങ്ങയായിട്ടാണ്. എന്നാൽ ആ പെൺകുട്ടിയോ മധുരമുള്ള പ്രകാശത്തിന്റെ പ്രതീകമായ ഒരു തേൻ. കവി ചോദിക്കുകയാണ്, തേനാർന്നു കനിയൊന്ന് തിരിഞ്ഞു നോക്കിടാതെ ഞാനാകും പുലിങ്ങയെ എങ്ങനെ കാമിച്ചു നീ? അത്ഭുതത്തോടെയുള്ള ഈ ചോദ്യത്തിൽ അവരുടെ പ്രണയത്തിന്റെ നിഷ്കളങ്കതയും ആഴവും നമുക്ക് കൃത്യമായി ഫീൽ ചെയ്യാം. ഇവിടെ ശരിക്കും ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, തികച്ചും വിരുദ്ധമായ ഈ രണ്ട് വ്യക്തിത്വങ്ങൾ തമ്മിലുള്ള ആ ഒരു വലിയ സംഗമമാണ്.
കവിയുടെ ലോകം ഏകാന്തതയുടെ ഇരുട്ടിലാണെന്നപ്പോൾ ആ പെൺകുട്ടി പ്രത്യാശയുടെ പ്രകാശമായ അദ്ദേഹത്തിലേക്ക് കടന്നുവരികയാണ്. ഈ വലിയ വൈരുദ്ധ്യമാണ് സത്യത്തിൽ അവരുടെ ആ ബന്ധത്തെ ഇത്രത്തോളം സുന്ദരമാക്കുന്നത്. അവരുടെ ഈ പ്രണയം വളരുന്നത് വളരെ സ്വാഭാവികമായ ചില വൈകാരിക ഘട്ടങ്ങളിലൂടെയാണ് കേട്ടോ. ആദ്യം കുരുത്തോല പോലെയുള്ള ആ പെൺകുട്ടിയുടെ നിഷ്കളങ്കമായ ഒരു കുസൃതി. അവൾ കണ്ണുപൊത്തി കണി കാണിക്കുന്നു. രണ്ടാമതായി കവിയിലുണ്ടാകുന്ന ഒരു തെറ്റിദ്ധാരണ. തന്റെ വലിയ ദുഃഖത്തെ അവൾ പരിഹസിക്കുകയാണോ എന്ന് കവിക്ക് സംശയം തോന്നുന്നു. എന്നാൽ മൂന്നാമത്തെ ഘട്ടത്തിൽ തനിക്ക് പറ്റിയ അബദ്ധം മനസ്സിലാക്കി കണ്ണു നിറഞ്ഞ് അയ്യോ മാപ്പ് എന്ന് പറയുന്ന അവൾ കവിക്ക് നൽകുന്ന സാന്ത്വനം, ഹോ അത് ചെറുതല്ല, അത് അദ്ദേഹത്തിന്റെ മുറിവുകളെ പൂർണ്ണമായും ഉണക്കുകയാണ് ചെയ്തത്. അങ്ങനെ കുസൃതിയിൽ തുടങ്ങി തെറ്റിദ്ധാരണയിലൂടെ കടന്ന് വലിയൊരു സാന്ത്വനത്തിൽ അവസാനിക്കുന്ന ഈ വൈകാരിക ചക്രം അവരെ എന്നേക്കുമായി പരസ്പരം ബന്ധിപ്പിക്കുന്നു. ആ നിമിഷത്തിലെ അവളുടെ മൃദുലമായ സ്പർശം കവിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കൈനീട്ടമായി മാറുകയാണ്. കവിയുടെ ഉള്ളിലെ ആ ഇരുട്ടിനെ പൂർണ്ണമായും അകറ്റിയ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റായിരുന്നു അത്. ഈ ആഴത്തിലുള്ള പ്രണയം അവരുടെ കുടുംബജീവിതത്തിൽ എങ്ങനെയാണ് ഒരു നിത്യവസന്തം സൃഷ്ടിക്കുന്നത് എന്ന് കവി പറയുന്നുണ്ട്. അതാ വീടിന്റെ ഓരോ കോണിലും പ്രതിഫലിക്കുകയാണ്. ഏകാലവും കായ്കനികളാൽ ഉല്ലസിക്കുന്ന തൊടി, ഐശ്വര്യം നിറയുന്ന ഗോശാല, പതിരില്ലാത്ത പുഞ്ചനൽപ്പാടം, ഒപ്പം ശാന്തി പകരുന്ന ഉമ്മരത്തെ തുളസിത്തറയും. മനസ്സിൽ സ്നേഹം നിറയുമ്പോൾ ചുറ്റുപാടും പ്രകാശമയമാകും എന്നതിന്റെ എക്സാക്റ്റ് ഉദാഹരണമാണിത്. ആ വലിയ ദുഃഖത്തിന്റെ മഞ്ഞുകാലം കടന്നാണ് ഈ പ്രകാശം അവരുടെ ജീവിതത്തിൽ എത്തിയത് എന്നത് നമ്മളൊരിക്കലും മറക്കരുത്. ആ പെൺകുട്ടി കവിയുടെ വീട്ടിലെ ഒരിക്കലും കെടാത്ത പ്രകാശമായി, എക്കാലത്തെയും നിത്യമായ ഒരു വിഷുക്കണിയായി മാറുന്ന ആ ഹൃദ്യമായ കാഴ്ച, അത് വളരെ മനോഹരമാണ്. ഇനി അവസാനത്തെ ഭാഗം 4. നാളേക്കൊരു സന്ദേശം. ഈ കവിതയുടെ ദാർശനികമായ പരിസമാപ്തി. ഇവിടെ രണ്ടുപേരുടെ പ്രണയത്തിൽ നിന്ന് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള വളരെ വലിയൊരു ദാർശനിക തലത്തിലേക്ക് കവി നമ്മെ സൂക്ഷ്മമായി കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. ഇതാണ് സത്യത്തിൽ ഈ കവിത നമ്മോട് സംവദിക്കുന്ന ഏറ്റവും വലിയ സന്ദേശം. പ്രകൃതിയുമായുള്ള നമ്മുടെ ബന്ധം എങ്ങനെയായിരിക്കണം? പ്രകൃതിയെ ബലമായി കീഴടക്കാൻ ശ്രമിക്കുന്നത് മനുഷ്യന്റെ വെറുമൊരു അഹങ്കാരമാണ്. എന്നാൽ കീഴടക്കാതെയും അതുപോലെ സ്വയം കീഴടങ്ങാതെയും പ്രകൃതിയെ സ്നേഹത്തോടെ സേവിക്കുന്നതാണ് യഥാർത്ഥ വഴിയെന്ന് കവി പറയുന്നു. ഇതൊരു ഉത്തമ ദാമ്പത്യം പോലെയാണിതെന്ന് അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇത് കൃത്യമായി കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രകൃതിയെ നമ്മൾ സ്നേഹിച്ചാൽ അവൾ ഒരു വരതയെപ്പോലെ, എന്നുവെച്ചാൽ നമ്മളെ അനുഗ്രഹിക്കുന്നവയെപ്പോലെ, മനുഷ്യന് നിത്യമായ സമൃദ്ധി നൽകും. പരസ്പര സ്നേഹവും ബഹുമാനവുമുള്ളൊരു ജീവിതം പോലെ തന്നെയാകണം പ്രകൃതിയോടുള്ള നമ്മുടെ സമീപനവും. അത്രയുള്ളൂ കാര്യം. ഇതിന്റെ ഏറ്റവും മനോഹരമായ തുടർച്ചയായാണ് കവി സ്വന്തം കുഞ്ഞിനെ നോക്കിക്കാണുന്നത്. മടിയിൽ വെച്ചിരിക്കുന്ന പുതിയൊരു കണിവെള്ളരിയായിട്ടാണ് സ്വന്തം കുഞ്ഞിനെ അദ്ദേഹം കാണുന്നത്. പഴയ തലമുറയുടെ നന്മകളും ആ സ്നേഹവുമൊക്കെ ഉൾക്കൊണ്ടു വളരേണ്ട ഭാവിയിലേക്കുള്ള പ്രത്യാശയുടെ സജീവമായ ഒരു വിത്ത് തന്നെയാണ് ആ കുഞ്ഞ്. ഇന്ന് നമ്മളൊക്കെ ജീവിക്കുന്നത് പലവിധത്തിൽ മലിനമാക്കപ്പെട്ട, തികച്ചും യന്ത്രവൽകൃതമായ ഒരു ലോകത്താണല്ലോ. ഇനിയുള്ള കാലത്ത് ഈ കുട്ടി ഏത് ധൂസര സങ്കല്പങ്ങളിൽ വളർന്നാലും, ഏത് യന്ത്രലോകത്ത് പുലർന്നാലും മനസ്സിൽ നിർബന്ധമായും സൂക്ഷിക്കേണ്ട 4 രത്നങ്ങളെക്കുറിച്ച് കവി ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഗ്രാമത്തിന്റെ വെളിച്ചം, സ്വന്തം നാടിന്റെ മണം, മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ട മമത അഥവാ സ്നേഹം, പിന്നെ എത്തിരി കൊന്നപ്പൂവ്. ഇവ 4ഉം നമ്മൾ സംരക്ഷിച്ചേ മതിയാവൂ. കവിയുടെ ഈ വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുക. കാലം എത്ര മാറിയാലും, വേനലെത്ര കടുത്താലും, ഉള്ളിലെ ഗ്രാമവും വെളിച്ചവും ഒരു കൊന്നപ്പൂവായി എന്നും വിടർന്നു നിൽക്കട്ടെ. ഈയൊരൊറ്റ വരിയിലുണ്ട് കവിയുടെ വൈകാരികവും ദാർശനികവുമായ യാത്രയുടെ മുഴുവൻ അർത്ഥവും. അങ്ങനെ നമ്മൾ ഈ വിശകലനത്തിന്റെ അവസാനത്തിലെത്തിയിരിക്കുകയാണ്. ഒരു നിമിഷം എല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ ആധുനിക കാലത്തെ കൊടിയ ദുഃഖങ്ങളെയും സങ്കീർണതകളെയും ഒക്കെ മറികടക്കാൻ നിങ്ങളുടെ ഉള്ളില ഇത്തിരി കൊന്നപ്പൂവ് എങ്ങനെയാണ് നിങ്ങൾ വിടർത്തി നിർത്താൻ പോകുന്നത്? ആ പഴയ ഗ്രാമത്തിന്റെ വെളിച്ചവും നന്മയും നമ്മളെയൊക്കെ ഉള്ളിൽ എന്നും ഒരു കണിയായി തിളങ്ങി നിൽക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. അപ്പോ ഈ മനോഹരമായ കാവ്യയാത്രയിൽ ഒപ്പമുണ്ടായിരുന്ന